കോട്ടയ്ക്കൽ പാലച്ചിറമാട് ഇറക്കത്തിൽ വാഹനാപകടം പതിവാകുന്നു. ഒരാഴ്ചക്കിടെ ഇവിടെ അപകടത്തിൽപ്പെട്ടത് 4ഓളം വാഹനങ്ങളാണ്. ഈ ദൃശ്യത്തിൽ കാണുന്ന വാഹനം ഇന്ന് പുലർച്ചെ 3 മണിക്ക് അപകടത്തിൽപ്പെട്ടതാണ്. അതിനുശേഷം 6 മണിക്ക് അപകടത്തിൽപ്പെട്ട മറ്റൊരു വാഹനമാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത്. തിങ്കളാഴ്ച അപകടത്തിൽപ്പെട്ട മറ്റൊരു വാഹനവും ദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണാം. കൂടാതെ അപകടത്തിൽപ്പെട്ട മറ്റൊരു വാഹനം ഇവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഭീതിയോടെയാണ് ഈ പ്രദേശത്തുകാർ ഇപ്പോൾ കഴിയുന്നത്. ഈ റോഡ് ഇപ്പോൾ എന്താക്കി ഇവിടെ അവിടെ ലോറി മറിഞ്ഞു, ഒരു 10-25 കാറിന് മേൽക്കൂടി കണ്ടെയ്നർ പോയി. അതിന് ശേഷം അത് വന്നാക്കി ശേഷം ഇവർ ഓപ്പണായി കൊടുത്ത് ഈ ഓപ്പണായി ശേഷമാണ് ഈ ലോറികൾ വന്ന് മറിഞ്ഞത്. ഇവിടെ ആദ്യം ഒരു കൊപ്പര വണ്ടി പറഞ്ഞ് അത് കയറ്റിക്കൊണ്ട് വിറ്റ് ശേഷം ഉള്ളിലോടി വണ്ടി, ഇന്നലെ രാത്രി 3 മണിക്ക് കണ്ടെയ്നർ, ഇന്ന് രാവിലെ 6 മണിക്ക് ഈ ജനറേറ്റർ വണ്ടി. ഇത്രയും വണ്ടികൾ പറഞ്ഞ് നാളേക്ക് എന്താ വരാമെന്നത് അറിയാൻ പറ്റില്ല. ഈ റോഡ് ഓപ്പൺ ആക്കിയിട്ട് അതിന് ശേഷം അല്ലെങ്കിൽ ചെറിയ അമ്പിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ റോഡ് വന്നാക്കിയിട്ട് അപ്പുറത്ത് കൂടി തന്നെ വിടുക. ഏതെങ്കിലും തീരുമാനം ഇല്ലെങ്കിൽ ഇനി ഭയങ്കര പ്രശ്നം അവിടെ രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ അടുത്തുള്ള വീട്ടുകാർക്ക് വെച്ചാണ് ഏറ്റവും കൂടുതൽ ഭീഷണി. ആ വീട് പറഞ്ഞപ്പോൾ 4 മണിയൊക്കെ ഉണ്ടല്ലേ, ഈ ഇതേമാതിരി വരികയാണെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. വലിയൊരു പ്രശ്നത്തിലാണ് നിൽക്കേണ്ടത്. ഇത് എന്തെങ്കിലും തീരുമാനം ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ആ കേന്ദ്രത്തിൻ്റെ ആൾക്കാർ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ വലിയൊരു പ്രയാസം വരും. അപ്പോൾ അതുകൊണ്ട് ഈ റോഡ് ഒന്നില്ലേ അമ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വീതി കൊട്ടി കൊടുക്കുക, അതല്ലേ ആ റോഡ് നേരെ കൊണ്ടുപോകുക. ഈ ഏതെങ്കിലും തീരുമാനത്തിൽ എത്തുള്ളൂ, അല്ലെങ്കിൽ വേറെ രക്ഷിക്കുക. ഇപ്പോൾ ഈ പിള്ളേർ രക്ഷിച്ചാൽ പോസ്റ്റൊക്കെ മറിഞ്ഞു വരും, അതെല്ലാം പൊട്ടിപ്പോയി. നഷ്ടങ്ങൾ കണ്ടമാനാണ്, കുറച്ചൊന്നുമില്ല, ഒരുപാട് നഷ്ടങ്ങളാണ് ഈ വരുന്ന ആൾക്കാർക്ക് വരും. ഇവിടെ ആളുകളുണ്ടെങ്കിൽ അതിന് വലിയ നഷ്ടം വരും. ജനങ്ങളുണ്ടെങ്കിലേ അതൊക്കെ വലിയ പ്രയാസങ്ങളാണ് പറയുന്നത് വരാൻ പോകുന്നത്. അപ്പോൾ ഈ റോഡ് ഓപ്പണാക്കി കൊടുക്കുക, അത് അല്ലെങ്കിൽ ഇതിന് നീ തീരുമാനം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ വേറെ രസം ഇങ്ങോട്ടില്ല. ഞങ്ങളിവിടെ എന്നും കാണി രാത്രി ഓടി വരുമ്പോഴത്തേക്ക് 3 ഓടുമ്പോഴൊക്കെ ഒച്ച വെക്കുമ്പോൾ ഞങ്ങൾ ഓടി വരുമ്പോൾ എനിക്ക് കാണുമ്പോൾ താണ്ടേനെ ഓടുകയാണ്. കാരണം എന്താ സംഭവിക്കാന്ന് അറിയാൻ പറ്റുള്ളത്. അപകടത്തിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ വാഹനം തടഞ്ഞ് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് ദൃശ്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഹൈവേ റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞ് സർവീസ് റോഡിലെ വാഹനങ്ങൾ വിടുമ്പോൾ സർവീസ് റോഡിലെ അപാകതകൾ ഈ വളവ് ഡേഞ്ചർ വളവ് പോലും ഭീഷണിയാണ്. തിരൂർ ലൈവ് ന്യൂസ്, കോട്ടയ്ക്കൽ. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. പവൻ ഗോൾഡ്, തിരൂർ.